ഞാനൊരു കൂട്ടം കണ്ടു. എനിക്കത് കണ്ടപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഞാൻ അയാളെ എടുത്തിട്ട് അങ്ങ് അലക്ക് ഇറമാതിക്കുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് വരരുത്. എനിക്ക് ചെറിയൊരു സംശയം. ഇപ്പൊ പുള്ളി പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, അച്ഛന്റെ രക്തമാണോ അമ്മയുടെ രക്തമാണോ എന്നൊക്കെ ചോദിക്കുന്നു കുട്ടികൾക്ക്. മൊത്തത്തിൽ കൺഫ്യൂഷൻ. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണും, അതിനുശേഷം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലേ എന്റെ ശരി? അതാണ് അണ്ണാ മുകേഷ് അണ്ണ, നിങ്ങൾ അങ്ങോട്ട് പറയണ കേക്കട്ടെ. എനിക്ക് 2 മക്കളാണ്, ആൺകുട്ടികൾ. ശ്രാവൺ മുകേഷ്, തേജസ് മുകേഷ്. രണ്ടുപേരും ചെറിയ പ്രായം. രണ്ടുപേരും ഞങ്ങൾ കോഴിക്കോട് ഒരു ട്രിപ്പ് പോയി. ഞാൻ ഓടിക്കുന്നു, ഇവർ രണ്ടുപേരും ഉണ്ട്, വേറെ ആരുമില്ല, ഡ്രൈവർ പോലും ഇല്ല. ഇവർ രണ്ടുപേരും പല സന്ദർഭങ്ങളിലും ഇവരുടെ ബ്ലഡ് മലയാളി ബ്ലഡാണോ അതോ സരിതയുടെ തെലുങ്ക് ബ്ലഡാണോ ഇവരിൽ കൂടുതൽ, അല്ലെങ്കിൽ ഇവർ എന്തരണ്ണ അണ്ണൻ ഇത്രയും പഠിച്ചും മുഴുവനും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്, ഇതിനെ പൊതുസമൂഹത്തിലൊക്കെ നിൽക്കുമ്പോൾ ഇതൊക്കെ എന്തിരി വർത്താനണ്ണ? അണ്ണൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ഇതാണ് എന്റെ സംശയത്തിൽ ആദ്യത്തെ പടി. ഈ മലയാളി ബ്ലഡ് തെലുങ്ക് ബ്ലഡ് എന്നൊക്കെ ബ്ലഡിന് വ്യത്യാസമുണ്ട്. എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, ബി പോസിറ്റീവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തരടേ മലയാളി ബ്ലഡ് തെലുങ്ക് ബ്ലഡ്? അത് എന്തെങ്കിലും ആട്ടെ. തമാശ രൂപത്തിൽ പലപ്പോഴും പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് ഇവന്റെ ഈ സ്വഭാവം മലയാളികളുടെ ആണോ? അല്ലല്ല, അത് തെലുങ്കന്മാരാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇത് തെലുങ്കാണോ? അല്ലല്ല, അത് മനുഷ്യ സ്വഭാവം. ഇങ്ങനെ വിലയിരുത്തി വിവരമൊക്കെ ഉണ്ട്, മനുഷ്യ സ്വഭാവം എന്നൊക്കെ പറയാനൊക്കെ അറിയാം. എന്നാലും ഒരു കുളിസിത ഉള്ളിന്റെ ഉള്ളിൽ അണ്ണ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകണ, പിന്നെ അത് പിന്നെ വേറെയൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല. അണ്ണൻ പറഞ്ഞു തോല വിലയിരുത്തി ഇങ്ങനെ വരുവാണ്. അപ്പം ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ഇളയവൻ തേജസ് പറഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു എന്തെങ്കിലും, പിന്നെ അപ്പോൾ ഇമ്മാര് പെപ്സി കൊക്കക്കോളാണ് ഇമ്മാരെ മെയിൻ ഐറ്റം വന്നു. അപ്പം ഞങ്ങൾക്ക് പെപ്സി വേണം. ശരി, രണ്ടുപേർക്ക് ഓരോ പെപ്സി മേടിച്ചു കൊടുത്തു. അവർ കഴിക്കുന്നു. ഏകദേശം എറണാകുളം അടുക്കായപ്പോഴത്തേക്ക് തേജസ് ഒരു ഭയങ്കര ബഹളമാണ്. അച്ഛോ, കലക്കി കലക്കി കലക്കി. എന്താണ് ഈ പെപ്സി? അതിനകത്തൊരു കൂപ്പൺ, ഒരു പെപ്സി ഫ്രീ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ് അതിപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പോഴാണ് കണ്ടത്. ഞാൻ പറഞ്ഞു അതിപ്പോൾ എത്ര സമയമായി, എത്ര കിലോമീറ്റർ പോയി, പറ്റത്തില്ല. രണ്ടാമരുടെ വണ്ടി നിർത്തിച്ചിട്ട് തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് ഈ ഫ്രീ പെപ്സി നമുക്ക് ഈ ലക്കിയുടെ പുഴ ഭാഗ്യത്തിലൂടെ നമ്മൾ കാശ് കൊടുക്കാതെ നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു സമ്മാനം നമ്മൾ വാങ്ങി തന്നെ ആകണം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എടാ അതിൻ്റെ ഒരു ഡീസൽ ചെലവ്, ഇതിൻ്റെ ഒരു ടൈം, നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നു, അതൊന്നും അറിയണ്ട. ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം ഞങ്ങൾ മേടിച്ചിരിക്കുന്നു, ഞങ്ങൾ വരുത്തില്ല, ഞങ്ങളൊന്നും കഴിക്കത്തുമില്ല. രണ്ടുപേരോടും നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് ദേഷ്യവും സങ്കടവും വിഷമമൊക്കെ വരേണ്ട സാഹചര്യത്തിൽ ഞാൻ യുവന്മാരെക്കാട്ടിയും പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ്. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചിരിച്ചതിൻ്റെ കാര്യം, രണ്ടുപേരും മലയാളീസ്. എനിക്ക് 2 മക്കളാണ്, ആൺകുട്ടികൾ. ശ്രാവൺ മുകേഷ്. അണ്ണാ മുകേഷ് അണ്ണ, നിങ്ങള് മലയാളികളെ ഒരുമാതിരി ആക്കാൻ വേണ്ടി ഊക്കിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായത് ഊക്ക് കിട്ടിയത് നിങ്ങൾക്കാണ്. അത് രണ്ടുപേരും മലയാളീസ് അല്ല, അണ്ണന്റെ മക്കള് തന്നെ. അണ്ണന്റെ അത്രയും മണ്ടോത്തരവും വിട്ടിത്തരവും അമ്മാർക്കും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും കിലോമീറ്റർ തിരിച്ചു പോയിട്ട് അവരെ പാപ്സി വാങ്ങിക്കണം എന്ന് തന്നെ പറയുന്നത്. അപ്പം ഊക്കിയത് ഇങ്ങോട്ടാണെങ്കിലും കിട്ടിയത് അങ്ങോട്ടാണെന്ന് പറയാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇങ്ങനെ പൊട്ടനാണെന്നുള്ളതിന്റെ വേറൊരു തെളിവ് എന്താണെന്നറിയാമോ? അല്ലടാ, ഈ പൊടിക്കൊട്ടികളെ കൊണ്ടുപോയിട്ട് പെപ്സി വാങ്ങിച്ചു കൊടുക്കേ, എന്ത് അന്യായമാണ്. കുഞ്ഞു മക്കൾക്ക് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അറിയൂടാ. ഞാനൊക്കെ എന്റെ കുട്ടികൾക്ക് 12 വയസ്സ് വരെ ഈ ചായ കോഫി ലെവൽ പോലും കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചില അഡിക്ഷൻസ് ആണ് അതൊക്കെ. അതൊന്നും കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടെമ്പ്. നമ്മുടെയൊക്കെ ചിന്താഗതി അങ്ങനെ. പെപ്സി എന്നങ്ങനെ പിള്ളേർ പറഞ്ഞാൽ തീർന്നു അന്നത്തേക്ക്. ഇത് വെള്ളം ചൂടാക്കി കൊടു, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടു. അല്ലാതെ ഇതൊക്കെ എന്തിനാണ്? ആകെ മൊത്തത്തിൽ ഇയാൾക്ക് ഈ മൊത്ത ടോപ്പിക്കില് നവ്യ നായർ ഇരുന്നിട്ട് അങ്ങോട്ട് വാടി പുണർന്ന് കണ്ടായിരുന്നു. അതിനെക്കാട്ടിയും വലിയ മന്ദബുദ്ധിയാണ്
ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഇടയ്ക്ക് എന്താണെന്ന് അറിയാം, TV ഷോസിലൊക്കെ പൊതുവിൽ വരുന്ന ഇവന്മാർക്കൊന്നും ഒരു ബോധവും പൊക്കണോ ഇല്ലെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനകത്തേക്ക് ആങ്കറായിട്ട് പോകാൻ അല്ലെങ്കിൽ ഇങ്ങനെ ജഡ്ജായി ഇരിക്കാനുള്ള യോഗ്യത ഈ മണ്ടത്തരമൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതൊക്കെ എന്തോന്നെണ്ണ ഇത്, എന്തിനെണ്ണ? മലയാളി ബ്ലഡ്, തമിഴ് ബ്ലഡ്, കന്നഡ ബ്ലഡ്, അമേരിക്കൻ ബ്ലഡ്. അണ്ണാ അത് നിങ്ങളെ ബ്ലഡാണ്. അവന്മാർ തെളിയിച്ചില്ലേ അത്രത്തോളം പൊട്ടത്തരം വേറെ ഏതെങ്കിലും പിള്ളേര് പറയുമോ? നമ്മളെയൊക്കെ കുട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മിണ്ടായിടാന്ന് പറയും, വേണമെങ്കിൽ ഒരു പെപ്സി കൂടെ വാങ്ങിത്തരാന്ന് പറയും. അല്ലാണ്ട് ഇതുങ്ങളെയും കൊണ്ടുപോയി അത് വാങ്ങിച്ചിട്ട് എടുത്തോണ്ട് വരാൻ യോ എന്താ പറയുക, എന്നിട്ട് പൊട്ടി അങ്ങോട്ട് ചിരിച്ചു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരമായിട്ട്. മലയാളികളെ ഊക്കാൻ നോക്കിയതാ, ഊക്ക് വാങ്ങി മുകേഷ് അണ്ണൻ. താങ്ക് യു. അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്ന് വരട്ടെ, ഓരോന്നോരോന്നോരോന്നായിട്ട് പുറത്തോട്ട് വരട്ടെ. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ആകെ മൊത്ത തോട്ടത്തിൽ നിങ്ങൾ എന്താണോ ഉള്ളതെന്ന്.